ഇതാണ് നോക്കാൻ എളുപ്പമുള്ള ബിഗോണിയ. ഇത് ഈറ്റുകളൊക്കെ നോക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഏറെ കുറവുള്ള ചെടികള് ഏറ്റവും കൂടുതൽ ചട്ടികള് ഒരേ തരം വെക്കുക. ഏറ്റവും വലിയ ടിപ്പ്. അമ്മയ്ക്ക് ഇപ്പൊ പുറത്ത് റിസോർട്ടിലോ വിദേശത്ത് പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ല. കാരണം അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം നഴ്സറി സന്ദർശിക്കാനാണ്. ഏറ്റവും മോശപ്പെട്ട ചെടിയാന്ന് നമ്മൾ പറയണത്. കുറെ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്, നല്ല സുഖ. 10 മാസം പോവാ ഒറ്റ കളറ്. അവിടെയും പോയിന്റ് കളറായിരുന്നു. നിർത്തി നോക്കി പലത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. ഒരെണ്ണം തന്നെ കൂടുതൽ വെക്കണം, അതാണ് എനിക്കിഷ്ടം. ഇത്രയും സ്ഥലത്ത് ആ ഒരു 3-4 ചുവടിൽ നിന്ന് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ശരിക്കും അവിശ്വസനീയമാണ് കാര്യം. അതുണ്ടാവും. ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് ഇവിടെയായിരുന്നു. പക്ഷെ പുല്ലിനൊരു കുഴപ്പമില്ല. പോട്ടിംഗ് മിക്സ് നമുക്ക് സാധാ പോട്ടിംഗ് മിക്സ് ചാണകം കിട്ടുകയാണെങ്കിൽ അത് എനിക്ക് ആർക്കും വേണ്ടാത്തത് എൻ്റെ കയ്യിലുള്ളൂ. അത് എവിടെ കുത്തിയാലും പിടിക്കും. അതിന്റെ വേരൊക്കെ താഴത്തേക്ക് പോയിട്ട് നമുക്ക് നനയ്ക്കണ്ട. ഇതിനൊന്നും വിഷടിക്കേണ്ടതായ ഒരു ചെടി എനിക്കില്ല. കടയിൽ പോയിട്ട് സാരി വാങ്ങിയ 10,000-20,000 വാങ്ങണം. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. അതാണ്. ഹായ്, ക്രിയേറ്റീവ് ഗാർഡൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഒരു ചെറിയ ഗേറ്റിന് മുമ്പിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഈ പേരും കാഴ്ചകളും കണ്ടോട്ടെ. അത് കഴിയുമ്പോഴത്തേക്കും വലിയ ഗേറ്റും വലിയ കാഴ്ചകളും നമുക്ക് കാണാം. മനോഹരമായൊരു കാഴ്ച. അപ്പോൾ എവിടെയാണ് എന്താണെന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ നെല്ലായി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ആകെ ഒരു 5-8 വെറൈറ്റി പ്ലാന്റേ ഉള്ളൂ. പക്ഷേ ഒരു പ്ലാന്റിൻ്റെ 50, 100, 150 ഇരട്ടി, അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ള ഒരു കാഴ്ച. പ്ലാന്റൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും കാണുന്ന സഫ്ലോറ, അംബ്രല്ല പ്ലാന്റ്, വെരിഗേറ്റ്, അങ്ങനെ ഒത്തിരി പേരുകളിൽ പറയുന്ന ഒരു പ്ലാന്റാണ്. ഈ പ്ലാന്റ് പോലും എത്രയോ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം 30 വർഷമായിട്ട് ഇത് ഇതേപോലെ ഈ ഒരു രീതിയിലല്ല, പല വ്യത്യസ്തമായ രീതികളിൽ ചെയ്യുന്നതാണ്. ലോണാണെങ്കിൽ പോലും അവരുടേതായ രീതിയിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഒന്ന് മനസ്സിലാക്കുക, എന്തെങ്കിലും ഒരു കാഴ്ചയും വിസ്മയവും ഇല്ലാതെ ഇത്രയും ദൂരം ഗ്രീൻ ഹെവൻ വരില്ല എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ വ്യത്യസ്തമായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഗാർഡൻ മനോഹരമാണ്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഇത് ആരാ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആന്റണി ചേട്ടൻ്റെയും എൽസി ആൻറ്റിൻ്റെ വീടാണ്. അപ്പോൾ എല്ലാവരും മെക്സിക്കൻ ഗ്രാസും പേൽ ഗ്രാസും ഒക്കെ വെച്ച് മനോഹരമാക്കുന്ന ഗാർഡന് പകരം ഇതൊരു വ്യത്യസ്തമായ ഗ്രാസ് വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ല ഡോർഫായിട്ട് തിക്കായിട്ട് ബെഡ് പോലെ നിൽക്കും. അത് കൂടാതെ നല്ല ഈ പറഞ്ഞ എല്ലാ ഗ്രാസിനേക്കാൾ കൂടുതൽ നല്ല പച്ചപ്പാണെന്നുള്ളതാണ്. അപ്പോൾ എവിടേക്ക് നോക്കിയാലും വിസ്മയിപ്പിക്കുന്ന കാഴ്ച. എന്നാൽ ഒരു 5-10 വെറൈറ്റി പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഗാർഡൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിസ്മയലോകം നമുക്ക് ഒരുക്കിയ നമ്മുടെ എൽസിയമ്മേനെ നമുക്ക് പരിചയപ്പെടാം. പുറകെ ആ ഫാമിലിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം എൽസിയമ്മ, നമസ്കാരം. എന്ത് ലോകമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ഇത് എങ്ങനെയാണ് ഈ ഒന്നിൽ കൂടുതൽ എങ്ങനെ ഇത്രയും നടാൻ തോന്നുന്നത്? എങ്ങനെയാ ഒരിഷ്ടം. എത്ര വർഷമായിട്ടെന്ന് പറഞ്ഞാൽ? 30 വർഷം. 30 വർഷം. ചെറുപ്പം മുതലേ ഉണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് 40 വർഷമായി. പിന്നെ ഇവിടേക്ക് മാറിയിട്ട് 30 വർഷമായി. അന്ന് മുതൽ പ്ലാന്റുകൾ, ചെടികളുണ്ട്. അതെന്താ ഈ ഒരു 5-10 വെറൈറ്റിയിൽ മാത്രം ഒതുക്കിയത്? എളുപ്പം ഇതാണ്. അപ്പോൾ ഒരു കുറഞ്ഞ ഒരു 10-15 വെറൈറ്റി 2 ദിവസം നനച്ചില്ല എന്ന് വെച്ചും ക്ലോണിയയും കലാത്തിയയും സിങ്കോണിയവും എല്ലാ തരം പ്ലാന്റുകളെയും ഒരു പരിധിയിൽ കൂടുതൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ബാക്കിയുള്ള ഫാമിലികൾക്ക് പരിചയപ്പെടാം. ഹായ്, ഇവർ ആൻ്റണി. ഞങ്ങൾക്ക് ട്രഡീഷണലായിട്ട് ആയുർവേദ മരുന്നിൻ്റെ ബിസിനസ്സാണ്. ബ്രദേഴ്സായിട്ട് പാർട്ട്ണർഷിപ്പായിട്ട് കമ്പനി നടത്തുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് വൈഫ് നേതൃത്വത്തിൽ ഒരു ഫുഡിൻ്റെ കമ്പനി ഉണ്ട്, കാളൻസ് ഫുഡ് ഇന്ത്യ എന്നുള്ളത്. ഓൾ ഓവർ ഇന്ത്യ സെയിൽസ് ഉണ്ട്. അത് കൂടാതെയാണ് ഈ ഒരു പരിപാടി. ഇത് ആളുടെ മാത്രം പരിപാടിയാണല്ലേ ശരിക്കും? മെയിനായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. മൂത്താളാണ്. പേരെന്താ? ജോസഫ്. എന്താ ഈ വർക്കിനോട് കൂടി നിൽക്കുകയാണ്? ബിസിനസ്സിൽ തന്നെയാണ്. അപ്പോൾ ഒരാളത് മിണ്ടാതിരിക്കണോ? ഫുഡിൻ്റെ. അത് ശരി. അപ്പോൾ അതിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ എവിടെയായിട്ടാണ്? തൊട്ടടുത്ത് തന്നെയാണ്. ഓ, സെറ്റ്. അപ്പോൾ അമ്മയുടെ കൂടെ അമ്മയുടെ ഈ പാഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? അമ്മ പറയുന്ന ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ശരീരം കൊണ്ടില്ലെങ്കിലും അതെ, നമുക്ക് ചെടികളെ പറ്റി വലിയ ഐഡിയ ഇല്ല, പേരുകളും കാര്യങ്ങളും നമുക്ക് അറിയില്ല. അമ്മ പറയുന്ന പോലെ ഞങ്ങൾ. അതേപോലെ നിങ്ങളിപ്പം നല്ല ബിസിനസ് ചെയ്യുന്നവരാണ്, നല്ല സ്ട്രെസ് ഉണ്ടാവും. ഈ സ്ട്രെസ് അനുഭവിച്ച് ഈ ചെടികൾ ഇവിടെ വന്ന് കാണുമ്പോൾ നിങ്ങൾക്കൊരു മാനസിക ഉല്ലാസം കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും? തീർച്ചയായിട്ടും. നമ്മൾ പല സ്ഥലത്തും പോയി ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന ഒരു നല്ലൊരു പോസിറ്റീവ് എനർജി. അതെ, എവിടെയൊക്കെ പോയി എന്തൊക്കെ സ്ട്രെസ് ഉണ്ടെങ്കിലും പോയ ഒരു ഫീലിംഗ്. പിന്നെ എന്റെ വൈഫ് അനില, ഒരു മോളുണ്ട്. അനില് നല്ല സപ്പോർട്ടാണ് ചെടികള്, ഗാർഡന് സെറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും. ആൾക്ക് കൂടുതൽ അറിയില്ലെങ്കിലും എവിടെയൊക്കെ അങ്ങനെയൊക്കെ വെക്കണെന്നുള്ളത് അമ്മേനെ കൂടെ ചേർന്ന് നിൽക്കും. മോളുടെ പേര് ഹേസൽ മരിയ. എൻ്റെ വൈഫിന്റെ പേര് ഡോണ എന്നാണ്. എനിക്കൊരു മോളുണ്ട്, മോളുടെ പേര് എമാനാണ്. അപ്പോൾ വൈഫായാലും ചേട്ടൻ്റെ വൈഫായാലും രണ്ടുപേരും സപ്പോർട്ട് ചെയ്യണം അമ്മേനെ.
എപ്പോഴും പുതിയ പുതിയ ചെടി കാണുമ്പോൾ അമ്മ അത് വാങ്ങണം അതൊക്കെ ചോദിക്ക് അത് സഹായിക്കാറുണ്ട്. സെറ്റാണ്. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇവർ മൂന്ന് പേരും സപ്പോർട്ടാണ്, ആണാണ്. കൂടെ വന്നവരും സപ്പോർട്ടാണ്. ആണാണ്. ഇതിന് കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരാളുണ്ട്, പറയാനുണ്ട് ആളെ. ആരാ? മോള് ആളെ പറയൂ. ഇത്രയും അവളെ കൊണ്ടുപോയിട്ടുണ്ട്, അവൾക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ. കൊടുത്തിട്ടുണ്ട്, ആ. ചെടികളുണ്ട്. ഇതുപോലെ തന്നെ ഉണ്ട് അവിടെ. ആളെ പേര് പറയും, എന്താ പ്രൊഫഷൻ എന്ന് പറയും? മിനു എന്നാണ് പേര്, പക്ഷെ ഞങ്ങളൊക്കെ വിളിക്കേണ്ട അച്ചു. ആളെ എന്താ ചെയ്യുന്നത്? ആള് MCA കഴിഞ്ഞാണ്, പക്ഷെ ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് നമ്മുടെ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. ഡോക്ടറാണ്. ഓ, സബ് തോമസ്. ആളല്ലേ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മിനു എന്ന് പറയുന്ന ആളാണ് എന്നെ കണക്ട് ചെയ്തത്. ആളെ കണക്ട് ചെയ്ത് കൊച്ചുമേരി പോൾ മാമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ കണക്ട് ചെയ്ത് ഈ ഒരു സ്വർഗം കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായി, അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിക്കും ഉണ്ടായി. അമ്മയ്ക്ക് എന്താ അറിയോ, ഭയങ്കര ടെൻഷനാണ്. കാരണം എൻ്റെ ചെടികൾ കാര്യമായിട്ടൊന്നും ഇല്ല എന്നുള്ളതാണ് ആളുടെ പേര്. പക്ഷെ സത്യമായിട്ടും പറയുകയാണ്, ഇത് ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു വല്ലാത്ത ലോകം നമുക്കൊന്ന് കാണാം. ടാങ്കിൽ കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ പ്രധാന വളം. അതിന് ഞാൻ കാര്യമായിട്ട് ഒരു ഹെൽപ്പ് ചെയ്യുന്നു. അതെ, എൻ്റെ കോൺട്രിബ്യൂഷൻ അതാണെന്നുള്ളതാണ് ആൾ പറയുന്നത്. അതേപോലെ പല വീടുകളിലും പോകുമ്പോഴേ ഇപ്പം ചെയ്യുന്ന ആൾക്ക് ഒന്നുകിൽ ഭർത്താവായിരിക്കും ചെടി ചെയ്യുന്നുണ്ടാവുക, ഭാര്യയ്ക്ക് ഇഷ്ടം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഭാര്യ ആയിരിക്കും ചെടി ചെയ്യുന്നുണ്ടാവുക, ഭർത്താവിന് ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഇത് മക്കളും ഹസ്ബൻഡും വന്ന മരുമക്കളും മക്കളും എല്ലാവരും സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അമ്മ ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത അമ്മയാണ് ചെടിയുടെ കാര്യത്തിൽ ഞാൻ പറയും. കാരണം അത്രത്തോളം അവരെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം. ഓരോരുത്തർ ചെടികളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല, പക്ഷെ ഞങ്ങൾ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആളെ 2-3 ദിവസം അവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ചെടികൾ എനിക്കറിയാം പറഞ്ഞു കൊടുക്കും ഓരോരുത്തർക്കുള്ള അപ്പോൾ കൂടെ നിൽക്കും. ഈ എന്താ പറയുക, ചെടി ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ ഭാഗ്യം ചെയ്ത അമ്മയെന്ന് ഞാൻ പറയും. കാരണം സന്തോഷത്തോടു കൂടി പറയാം. കാരണം നമ്മൾ ചെടികൾ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവര് ഞങ്ങൾ ബിസിനസ് ടൂർ പോകുമ്പോൾ, ബിസിനസ് ആവശ്യത്തിന് പോകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് പോകാൻ മിക്കതും. അപ്പൊ ഉള്ള സ്ഥലങ്ങളിലെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ട് മാക്സിമം അവിടുന്ന് കിട്ടാവുന്നത് കളക്ട് ചെയ്യും. അങ്ങനെ ഞങ്ങളുടെ ബിസിനസ് ടൂറ് എൻ്റെ ഒരു കാർത്തുണ്ട് ആളാണ്. കാര്യത്തിൽ അമ്മ ഹാപ്പിയാണ്. പക്ഷെ അമ്മ പറയണെന്ന് വെച്ചാൽ എൻ്റെ ചെടി അത്ര പോരാന്നാ പറയണത്. ഇത് ഞാൻ കണ്ടു ഒരിക്കലും അല്ല. അത് കാണുന്നവർ പറയട്ടെ അല്ലേ. ചേച്ചിയുടെ ആളിന്റെ വീട് ഇപ്പൊ പണിതിട്ട് അധികമായിട്ടില്ല. അപ്പൊ അവിടുത്തെ ഫുള്ള് ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ചെയ്തതാണ്. എന്നിട്ടാണ് ഒന്നും അറിയാത്ത പോലെ നിൽക്കണു അല്ലേ. അമ്മ എൻ്റെ അമ്മച്ചി എത്ര ഇഷ്ടമായിരുന്നു എന്ന് പറയാ ചെടികൾ. ആണ് ആള് ഭരിച്ചിട്ട് ഒരു വർഷമായി. 94 വയസ്സുണ്ടായിരുന്നു. എന്നാ പോലും ആ ചെടികൾ കണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞത് അതാണ്, തായ് വഴി കിട്ടിയ ഒരു ബന്ധം തന്നെയാണ് ചെടികളുമായിട്ട്. എനിക്ക് അമ്മ പണ്ട് നാടൻ ബൊഗെയിൻവില്ലല്ലായിരുന്നോ, അതൊക്കെ ഇങ്ങനെ ചട്ടിയിൽ അമ്മ ഒന്നും തുമ്പ് വെട്ടില്ല, അതിങ്ങനെ വളച്ച് നൂൽക്കമ്പി കൊണ്ട് കെട്ടി ഒരു ബോളാക്കി അന്നത്തെ കാലത്ത് അതൊരു 100 ചട്ടി. വെറുതെ അല്ലേ ഒന്നിലധികം ചട്ടി. ഇപ്പൊ ആ ബോഗൻവില്ലിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ ഒരു ബോഗൻവില്ല ഏത് വെറൈറ്റിയാ? സിംഗപ്പൂർ പിങ്ക്. ഇതും ഈ പറഞ്ഞ പോലെ അമ്മയുടെ കാര്യം പറഞ്ഞ പോലെ ഒന്നിലധികം ഉണ്ടല്ലോ. എനിക്ക് ഈ ഒരു കളറിനോട് ഇഷ്ടം. ഇതാണ് കെയർ ചെയ്യാൻ സുഖം. അവിടെയും കയറ്റിയിട്ടുണ്ട്. ഇവിടെ ഒരെണ്ണം കയറി വരുന്നു. ഇത് എത്ര വർഷമായിട്ടുണ്ടാവും ചെയ്തിട്ട്? ഇത് 3 വർഷം. ആകെ 3 വർഷമായിട്ടുള്ളൂ. ഈ ഇളയവന്റെ കല്യാണത്തിനോടനുബന്ധിച്ച് ചെയ്തതാ. ഇതോ? ഇവിടെ ഓർക്കിഡ് ആയിരുന്നു, പിന്നെ യൂഫോർബിയ ആക്കി. അപ്പൊ അവിടെ UV ഷീറ്റ് പിടിക്കാൻ സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ അതാകെ എല്ലാ കൊല്ലം മാറ്റണം. UV ഷീറ്റ് ആകെ ചീത്തയാവും. വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ആകുമ്പോൾ ഒരു ബോറുമാണ്. ഇത്രയും റോഡ് സൈഡും ഇത്ര ഭംഗിയുള്ള സ്ഥലമാകുമ്പോൾ UV ഷീറ്റ് ആകെ മഴ പെയ്ത് ചീത്തയാവും. അപ്പൊ അതിനെ മാറ്റി കളഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ ബൊഗെയിൻവില്ല എനിക്ക് ഇഷ്ടമായിരുന്നു. ഈ ഒരു കളറിനോട് ഒരു കളർ തന്നെയല്ല, ഇത് നല്ല സുഖ. 10 മാസം പോവാ. ജൂലൈ ഓഗസ്റ്റ് ഈ 2 മാസം ഒഴിച്ച് ബാക്കി 10 മാസം പോവാ. ഒരു ഒന്നിലല്ലെങ്കിൽ ഒരു കുറച്ചെങ്കിലും ഫ്ലവർ ഉണ്ടാവും. കുറച്ച് നല്ലോണം ഉണ്ടാവും. ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ട് ഞാൻ നന്നായിട്ട് പൂക്കും. പിന്നെ ഇടയ്ക്ക് മഴ വരുമ്പോ മാത്രമാണ് ഇച്ചിരി പ്രശ്നം. ആകെ ആ ഒരു പക്ഷെ അമ്മക്ക് ഈ കളറിനോട് ഒരു താല്പര്യം കൂടുതലാണ്. ഇതാണ് നല്ല സുഖം. മറ്റേതിന് മുള്ളുണ്ട്, ഇതിനൊക്കെ മുള്ളില്ലേ. ഓക്കെ, അതല്ലെങ്കിലും ഈ വേറെ ഒരു കളറും ബോഗൻവില്ല വെച്ചിട്ടില്ല. ഇതൊക്കെ ബോഗൻവില്ല കയറ്റിയിരുന്ന റിങ്ങുകളാണ്. ആ സൈഡിൽ അങ്ങോട്ട് പോകുന്നത് അല്ലേ. ആ 2 സൈഡിൽ നിറയെ ബോഗൻവില്ല ആയിരുന്നു. അത് നമ്മുടെ പണ്ടത്തെ നാടൻ വെറൈറ്റി. പക്ഷെ അതൊക്കെ എനിക്ക് എനിക്ക് അലർജിയായി. മുള്ള എന്താ സംഭവിക്കണേ? അത് കൈ അങ്ങോട്ട് വേദന എടുക്കും, അല്ലാണ്ട് 2 കൈയും വേദന എടുക്കും. തട്ടി കഴിയുമ്പോൾ അതൊരു അലർജിയാണ്. മുള്ളു കൊണ്ട് കഴിയുമ്പോൾ. ഓക്കെ. അപ്പൊ പിന്നെ അത് ഈ വെറൈറ്റിക്ക് മുള്ളു കുറവാ. പിന്നെ ഇത്
വെറുതെ നമുക്ക് ഒടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു തോട്ടി കൊണ്ട് ചായച്ചാൽ മതി, ഒടിഞ്ഞ് താഴത്തേക്ക് പോകും, പെട്ടെന്ന് പോരും. ഷേപ്പ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, എന്താണ് പിന്നെ ഇതിനെ പറ്റിയുള്ള ഒരു പൂ ഉണ്ടാകുമ്പോഴത്തേക്കും മറ്റേ പൂ വീഴുന്നേക്ക് മുമ്പ് പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് ഒരു സെക്ഷൻ തീരുമ്പോഴത്തേക്ക് അടുത്തത് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഫുൾ ഫ്രഷ് ഒരു 10 മാസം ഫ്ലവർ ഉണ്ടാവും. അപ്പൊ ബോഗൻവില്ലിനെ സ്നേഹിക്കുന്ന ആളുകൾ കൂടുതലും ഇതൊന്ന് വേണമെങ്കിൽ, മറ്റേത് ഇങ്ങനെ പൂവുണ്ടായി കുറെ കഴിയുമ്പോൾ പിന്നെ അത് പൊഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയണ്ടേ പൂവുണ്ടാവാനായിട്ട്. തീർച്ചയായിട്ടും ഇത് എപ്പോഴും പൂവുണ്ടായിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇത് പക്ഷെ വേറെയാണ് കേട്ടോ, ഇതൊരു ലോല. പക്ഷെ നമുക്ക് ഈ ഒരു കളർ ഒരു ബന്ധം കൂടുതലുണ്ട് എന്തായാലും. ശരി, ഇത് അഗ്ലോണിമ പറയുമ്പോ ഒറ്റ ചട്ടി മേടിച്ചോളായിരുന്നു. ആകെയോ? ഒരു ചട്ടി. അമ്മ ഇപ്പൊ ഒരു 300 മുകളിൽ ചട്ടി ഉണ്ടല്ലോ. അതെങ്ങനെ നമുക്കിങ്ങനെ തൈകൾ വരുമല്ലോ, അത് പറിച്ച് അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഈ അടിച്ചു വാരണ കരിയില കിച്ചണിലെ വേസ്റ്റോ അങ്ങനെയൊക്കെ അതിനകത്തേക്ക് ഇട്ടേക്കും, എല്ലാം ഇടും. പിന്നെ ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും നല്ല പൊടിഞ്ഞ് കമ്പോസ്റ്റ് ആയിട്ട് വരും. ഇത് ഈ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് കൂടുതൽ ഇടുക, മണ്ണ് കുറച്ചിടുക. അപ്പോൾ അതിനകത്തേക്ക് ഇട്ടേക്കും. വേറെ യാതൊരു ഇംഗ്ലീഷ് വളവും ചേർക്കില്ല. അത്രയും പോളിഷ്ഡ് ആയിട്ടുള്ള വളം, അതിനൊക്കെ പൈസ കൊടുക്കണ്ട, ഇത് വെറുതെ കിട്ടണ ആളെ കോൺട്രിബ്യൂഷൻ അല്ലല്ലേ. അതുപോലെ ഇതിനെല്ലാം അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്റെ 10-20 ചട്ടി ഉണ്ടായിരുന്നു, എന്റെ മോൾക്ക് ഞാൻ കൊടുത്തതാ. ആണല്ലേ? ഇത് ഞാനൊരു 4 കടം മേടിച്ചായിരുന്നു, അതിനകത്തുനിന്ന് കുറേ ഉണ്ടായിരുന്നു, അത് മോൾക്ക് കൊടുത്തു. അവളുടെ പുതിയ വീടാണേ. അപ്പൊ ആളെ അടുത്തൊന്ന് പോകേണ്ടി വരുമല്ലോ ഇങ്ങനെയാണെങ്കിൽ, കാരണം നല്ല ചെടി അമ്മ കുറെ ചെടി കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത് ഉണ്ടല്ലേ. പിന്നെ ഇത് വേറെ കീടനാശിനികളൊന്നും അടിക്കാറില്ല, ഇതിനകത്ത് കേടൊന്നും വരുന്നില്ല. ഇത്രയും കൂടുതൽ ഇരിക്കുമ്പോൾ ഞാനിപ്പോ ഇത് തന്നെയാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരേ സംഭവം തന്നെ ഒന്നിലധികം ചട്ടികൾ വെച്ചാൽ നല്ല ഭംഗിയാണെന്ന് പറയുമ്പോൾ ഇവിടെ വന്നപ്പോൾ അത് ഒന്നും കൂടി ഊട്ടി ഉറപ്പിച്ചു ഞാൻ. കാരണം ഇത് നോക്കിയേ, ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇത് അഗ്ലോണിമ തന്നെയാണ്. അഗ്ലോണിമേന്റെ തന്നെ ഒരു 4 വെറൈറ്റി 5 വെറൈറ്റി ഉള്ളൂ, പക്ഷെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്നിലധികം വെച്ചതുകൊണ്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാൽ. ഇത്രയും വലുപ്പത്തിൽ പോവായിരുന്നു. ആണോ? ഇപ്പൊ എന്റെ സമയം കഴിഞ്ഞു. ഇത്രയും 30 വർഷത്തോളമായി. 30 വർഷമായി. അപ്പൊ അന്നത്തെ കാലത്ത് ഇത്രയും ഹൈബ്രിഡ് ചെടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഇതിന്റെ റെഡും ഉണ്ട്. ഇത് മോണ്ടോഗ്രാസ് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞു, കാരണം നല്ല ബെഡാണ്, നല്ല സുഖമാണ് ഇത് വളർത്താനായിട്ട്, എളുപ്പം, ഒട്ടും കയറിങ് വേണ്ട. പിന്നെ ആദ്യം നടുമ്പോ കുറച്ച് പുല്ലൊക്കെ ഉണ്ടാവും, നമ്മൾ പറിച്ചു കളയണം. ഫസ്റ്റ് ഡേ ഒരു 2-3 മാസം തിക്കായി വന്ന പിന്നെ ഒന്നും ചെയ്യണ്ട, സെറ്റാണ്. പിന്നെ വെട്ടവും വേണ്ട, അതാണ് ഏറ്റവും വലിയ. അമ്മ ഇത് എത്ര സ്ഥലത്ത് എത്ര ചോട് മേടിച്ചതാ? പൈസ കൊടുത്ത് മേടിച്ചാണോ? ഇതില്ല, എന്റെ കസിൻ സിസ്റ്ററിന്റെ മേടിച്ചത്, അവിടുന്ന് കൊണ്ടുവന്നേ. എന്റെ ഭാര്യയുടെ ഒരു 4-5 കട തന്നുള്ളൂ ആകെ. എന്നിട്ട് എത്ര വർഷം കൊണ്ട് ഇത് ഇത്ര ആക്കി? കടയില് 5-6 തൈകൾ ഉണ്ടായിരുന്നു, അതുപോലെ 4-5 തന്നിരുന്നു. അതെന്റെ മോളാ മേടിച്ചോണ്ട് മോള് മേടിച്ചോണ്ട് നിന്നിട്ട് അവൾക്ക് അന്ന് വീട് പണിതുണ്ടായിരുന്നില്ല, അപ്പൊ എനിക്ക് തന്നിട്ട് പോയി. പിന്നെ ഞാൻ അത് നട്ടു, പിന്നെ അത് പെട്ടെന്ന് പടർന്നു വരും. എൻ്റെ സുഹൃത്തുക്കളെ, ഇത് നോക്കി, ഇത് ഇത്രയും ഒരു ഏരിയ മുഴുവനും, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഏരിയ, ഇത്രയും വലിയൊരു ഏരിയ മുഴുവനും, നമ്മൾ ആ കയറി വന്ന് ഇൻട്രോ പറഞ്ഞ ആ ഒരു ഏരിയ മുഴുവനും ഇതാ ഈ ഫ്രണ്ടിൽ നേരെ ഇങ്ങോട്ട് ഫ്രണ്ടിൽ ഫുള്ള് ഇവിടെ ഒരു ഭാഗത്ത് ഇത് കണ്ടോ, ഇത്രയും സ്ഥലത്ത് ആ ഒരു 3-4 ആ ചോടിൽ നിന്ന് ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ശരിക്കും അവിശ്വസനീയമാണ് കാര്യം. ഉണ്ടാവില്ലേ? കെയറിങ്ങും കുറവാണ്. നമ്മള് ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം. തറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് സ്പ്രെഡ് ആവില്ല. പക്ഷെ അല്ലെങ്കിൽ ഇത് മെയിൻ്റനൻസിനും വെട്ടും വേണ്ട, കട്ടിയും വേണ്ട. അതല്ല, ഞാൻ മെക്സിക്കൻ ഗ്രാസ് ആയിരുന്നു, ഒഴിവാക്കിയതാ, അതെല്ലാം ചെത്തിക്കളഞ്ഞു. ചെതലിന്റെ പ്രശ്നം കൂടുതലാ മെക്സിക്കൻ. അത് പിന്നെ കേടുണ്ട്, മരുന്നടിക്കണം. ഞാൻ ഇവിടെ മരുന്നുകളൊന്നും അടിക്കാറില്ല. ഇത് അതിശയായി, കാരണം ഇത് പൈസക്കും കൂടെ മേടിച്ചല്ലാന്ന് പറഞ്ഞോണ്ട് കേടില്ല. അനിയന്റെ ഭാര്യ തന്നതാണ് ആണ്. എന്തായാലും അതൊരു വല്ലാത്തൊരു ഫീലായി കേട്ടാ. അത് ബെഡ് പോലെ എന്തൊരു ഇതാണ്, സെറ്റാന്നറിയാം. നമുക്ക് ഇപ്പൊ കൊച്ചിന്റെ ബർത്ത്ഡേ അവിടെയായിരുന്നു, ഫംഗ്ഷൻ അവിടെയായിരുന്നു, പക്ഷെ പുല്ലിന് ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. എങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യാം, നല്ല പച്ചപ്പുമാണ്, നല്ല പച്ചപ്പും, ഒരു കുഴപ്പമില്ല. ഷെഫ്ലോറയും ഇതുപോലെ തന്നെ ഒരു കട വാങ്ങിച്ചു, പിന്നെ അതിന്റെ കൊമ്പ് വെട്ടി കുത്തിയാൽ മതിയില്ല, പെട്ടെന്നാവില്ല, സെറ്റാണ്. അതിന് ഇത് ഈ പറഞ്ഞ ഷെഫ്ലോറയ്ക്ക് എന്താണ് പോട്ടിംഗ് മിക്സ്? നമുക്ക് പോട്ടിംഗ് മിക്സ് നമുക്ക് സാധാ പോട്ടിംഗ് മിക്സ്, ചാണകം കിട്ടുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ മണ്ണ്, മണല്, ചാണകപ്പൊടി, എന്താ വേണമെങ്കിലും ഇടാമല്ലോ അതിന്, അത് എന്തിട്ടാലും കുഴപ്പമില്ല. അതെ, അത് ഒരു അതും ഈ എങ്ങനെയാണ് അമ്മ, എനിക്കിപ്പോഴും വീണ്ടും അതിശയം തോന്നുന്നത്, വീണ്ടും ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇത്രയും കൂടുതൽ ചട്ടികളിലേക്ക് അത് പകർത്താമെന്നൊരു
ഒരു തോന്നൽ വരുന്നത്? ഞങ്ങളുടെ സ്ഥലം അങ്ങനത്തെ അല്ലേ. അല്ല ഇപ്പൊ ഈ സ്ഥലത്ത് പല പ്ലാന്റുകളും വെക്കാലോ. പലത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടമല്ല. ഇല്ല. ഒരെണ്ണം തന്നെ കൂടുതൽ വെക്കണം, അതാണ് എനിക്കിഷ്ടം. ഒരു വല്ലാത്ത ഫീൽ ആയി പോയി കേട്ടോ. ഇത്രയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും മോശപ്പെട്ട ചെടിയാന്ന് നമ്മൾ പറയണത് കുറേ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ പോയിന്റ് ഇതേ അമ്മ പറഞ്ഞത്. കാരണം ഇപ്പം നാടൻ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു ബോഗൻവില്ല, അതൊരു 10-15 ചോട് വെച്ചു, അത് അതിലേറെ ഭംഗി. അതിന്റെ താഴെ അഗ്ലോണിമ വെച്ചു, അത് ആർക്കും വേണ്ടാത്ത ടൈപ്പാണ് കൂടുതലുള്ളത്. എനിക്ക് ആർക്കും വേണ്ടാത്തത് എൻ്റെ കയ്യിലുള്ളൂ. അതേപോലെ നമ്മൾ ഷെഫ്ലോറ വെച്ചു, അതും എല്ലാ സ്ഥലത്തും ഉണ്ടാവും. എവിടെ കുത്തിയാലും പിടിക്കും, വെറുതെ വെട്ടിയിട്ടാലും. അതിന്റെ വേരൊക്കെ താഴത്തേക്ക് പോയിട്ട് നമുക്ക് നനയ്ക്കണ്ട. അതാണ് മെയിൻ്റനൻസ് ഫ്രീ ആണ്. ഈ ഹൈബ്രിഡിന്റെ പുറകെ പോകുമ്പോഴാണ് പിന്നെ ഈ ബിഗോണിയ ആണെങ്കിലും ഇതാണ് നോക്കാൻ എളുപ്പമുള്ള ബിഗോണിയ. ഇത് ഈറ്റുകളൊക്കെ നോക്കാൻ ഭയങ്കര എളുപ്പമാണ്. യെസ്, ഇത് ഏറ്റവും കൂടുതൽ എപ്പോഴും എവിടെ എങ്ങനെ ഒരു ലീഫ് ഇട്ടാലും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ആ മരത്തെ പിടിച്ച് കയറണോക്ക് ഇത് കണ്ടോ, ഞാൻ കയറ്റിയതല്ല, തന്നെ അവര് പിടിച്ച് കയറണത്, തനിയെ പോണതാണ്. വല്ലാത്തൊരു അതിശയം തോന്നുന്നത് എന്താണെന്നറിയോ, ഇത് ഏറ്റവും മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള, ഒന്ന് നോക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഏറ്റവും വലിയ ഒരു നമ്മുടെ ഗ്രീൻ ഹെവൻ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്, എത്ര നമ്മുടെ വീടുകളിൽ സെറ്റ് അല്ലെങ്കിൽ പരിസരത്ത് ഏറ്റവും ഭംഗിയായിട്ട് കെയറിങ് കുറച്ചുണ്ടാക്കാൻ പറ്റുന്ന പ്ലാന്റുകളെ കൊണ്ട് എത്ര മനോഹരമാക്കാം ഒരു വീട് എന്നുള്ളത്. മാക്സിമം ചട്ടികൾ കൂട്ടുക. അതായത് നമ്മൾ കുറവുള്ള ചെടികൾ ഏറ്റവും കൂടുതൽ ചട്ടികൾ ഒരേ തരം വെക്കുക. ഏറ്റവും വലിയ ടിപ്പ്. കാരണം ഇതുവരെ നമ്മുടെ ചാനലിൽ ഒരു 1400 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഇങ്ങനത്തെ ഒരു കണ്ടന്റും ഇങ്ങനത്തെ ഒരു വീടും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എങ്ങനെയാണ് വെച്ചേക്കണേ അത് കണ്ടാൽ മനസ്സിലാവില്ല. തീർച്ചയായിട്ടും. കാരണം ഇത് കണ്ടതേ ആള് പറഞ്ഞ് ഇതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ എനിക്ക് തന്നപ്പോഴേ പിന്നെ ഇങ്ങോട്ട് പോരായിരുന്നു. കാരണം ഞാൻ മോളോട് പറഞ്ഞു, എൻ്റെ മോളെ ഇത് അത്രയ്ക്ക് എടുക്കാനുള്ളതൊന്നും ഇല്ല, നീ വെറുതെ അതിനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്തല്ലേ എന്ന് പറഞ്ഞു. അതങ്ങനെയല്ല, ഇത് ഏറ്റവും വലിയ കണ്ട. ഇത് ഗ്രീൻ ഹെവൻ ഫാമിലിക്ക് ഒരു മുതൽക്കൂട്ടാണ്. കാരണം ഒരുപാട് പ്ലാന്റുകളുടെ പുറകെ, ഹൈബ്രിഡുകളുടെ പുറകെ പോവാതെ ഒരു മീഡിയം ലെവലിൽ കാണാൻ ഭംഗിയുള്ള ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കുറേ ചെടികളുണ്ട്. ആ പ്ലാന്റുകളെ ഒന്നിലധികം വെച്ചാൽ ഏറ്റവും ഭംഗിയായിട്ട് മനോഹരമായിട്ട് വീട് കൊണ്ടുനടക്കാം. ഇത് കണ്ടോ, ഇത് എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയും ഒരു അനുഭവമായിരുന്നു. കാരണം ഈ ഒരു സമയത്ത് അതേപോലെ ബ്രംലിയാഡ്സ് ഒരു കുറച്ചുണ്ടല്ലോ അല്ലേ? ബ്രംലിയാഡ്സിന് എന്താ പോട്ടി മിക്സ് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ചാണകപ്പൊടി, മണല്, എന്തായാലും ഇതിനൊന്നും വിഷടിക്കേണ്ടതായ ഒരു ചെടി എനിക്കില്ല. ഇല്ല, അധികം കേടുണ്ടാവില്ല എന്നുള്ളതാണ്. വലിയ റോസും അതൊന്നുമില്ല. മറ്റേ അന്തൂറിയം, ഓർക്കിഡ് ഉണ്ടായിരുന്നു നിറച്ച്. ഈ മുകളിലത്തെ സ്റ്റെപ്പും അടിയിലത്തെ സ്റ്റെപ്പും നിറയെ ഓർക്കിഡായിരുന്നു. 200 ചട്ടി. എന്തുപറ്റി? അത് നിറച്ച് ഒച്ചു വന്നു. ഒച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ്വസ്ഥലം പകല് പോലും ഒച്ചു നിറഞ്ഞു. അയ്യോ. പിന്നെ അതിന്റെ ഷെല്ലുള്ളതും ഷെല്ലില്ലാത്തതും ഉണ്ട്. പിന്നെ അത് മുഴുവൻ വീടിനകത്തേക്കും കയറി തുടങ്ങി. ബുദ്ധിമുട്ട് മാറ്റി. ഇപ്പൊ ആ മരത്തേല ഒരെണ്ണം കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു മരത്തിൽ, മാവില് മാത്രം. 200 ചട്ടി, അത് ഒറ്റ കളറ്. അവിടെയും പോയിന്റ് എല്ലാവരും വന്നിട്ട് പഠിക്ക നിർത്തി നോക്കി നിൽക്കും. അത്രയും പൂവായിരുന്നു. അത് പോയാലും വിഷമമുണ്ടോ? എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. പിന്നെ മാത്രല്ല ചേഞ്ച് ആക്കുമ്പോ ഒരു പ്രത്യേക രീതി ചേഞ്ച് ചെയ്യുന്നല്ലേ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മാത്രം നനയ്ക്കാം. ഇന്ന് രാവിലെ നനച്ചാൽ നാളെ വൈകിട്ടാ നനയ്ക്കുള്ളൂ. ഓഹോ, ഒരു പ്രത്യേക രീതിയാണ് അതിന്. അതിന്റെ അമ്മ കാണുന്ന ഒരു കാര്യം എന്താ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ചെറുത്ത് നിൽക്കണ്ടാവും. ഇവരൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും. ഈ അഗ്ലോണിമാസ് ഇവർ അതിന് അധികം വെള്ളം വേണ്ട. ഷെഫ്ലോറ അടിയിൽ നനച്ചു കൊടുക്കുമ്പോൾ അതിന്റെ വേരൊക്കെ അടിയിലുണ്ടല്ലോ. ഷെഫ്ലോറക്കുള്ള ഏക ഗുണം എന്ന് പറയുന്നത് നമ്മൾ നട്ട സ്ഥലത്ത് ഒരിക്കലും നിൽക്കില്ല. ഇത് ഉള്ളവർക്ക് അറിയാം. ഇപ്പൊ ഇവരിപ്പോ ഒരു സ്ഥലത്ത് നട്ട് കഴിഞ്ഞാൽ ഇവരെ റൂട്ട് വേറെ സ്ഥലത്തേക്ക് ഇറക്കുകയാണ് ചെയ്യുക. അപ്പൊ അതിന് നമുക്ക് താഴെ നനവുണ്ടെങ്കിൽ ആ പോട്ടിൽ നനയ്ക്കേണ്ട കാര്യമില്ല എന്നുള്ളത്. നനയ്ക്കേണ്ട കാര്യമില്ല, താഴെ നനവുണ്ടെങ്കിൽ. ഇപ്പൊ അമ്മയുടെ അടുത്തുള്ള ചെടികൾക്കുള്ള ഏറ്റവും വലിയ ഗുണം ഞാൻ കണ്ടത്, ഡെയിലി നോക്കിയില്ലെങ്കിലും ഇവരെ ഭംഗി നിലനിർത്തി തന്നു. 2 ദിവസം വെള്ളം ഒഴിച്ചില്ല, ഒരു കുഴപ്പമില്ല ആരും. പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഭയങ്കര സപ്പോർട്ട്. ആൻ്റണി പാവാണ്. അങ്ങനെ ഹസ്ബൻഡിൻ്റെതായ വലിയ ഒരു ദേഷ്യമോ കോപോ അങ്ങനെ. പിന്നെ ഇവരാരും മദ്യപിക്കുകയോ പുകവലിക്കുകയോ ഒന്നും ചെയ്യില്ല. അല്ലെ ഞങ്ങൾ പള്ളിയിൽ പോവും. ഞാൻ ഒരു കാര്യം ഇൻട്രോയിൽ പറഞ്ഞിരുന്നു. അതായത് അമ്മ ചിലപ്പോൾ ഈ പാവങ്ങൾ ആർക്കും വേണ്ടാത്ത കുറച്ച് ചെടികളാണ് അമ്മ നോക്കണേ. പഴയ ചെടികൾ,
പുതിയതിൻ്റെ ഒന്നും പുറകെയല്ല. ആരും ശ്രദ്ധിക്കാത്ത ആരും വേണ്ടാത്ത ചെടികളെയൊക്കെ നോക്കി കെയർ ചെയ്യുന്നതുകൊണ്ട് മരുമക്കളാണെങ്കിൽ അതൊക്കെ ഞാൻ എൻ്റെ കൂടെ നിന്ന് എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരും. അവര് എനിക്ക് ഇഷ്ടപ്പെട്ട ചെടി ഏതാന്ന് ഞാൻ പറയുന്നുണ്ട്, അവരെനിക്ക് മേടിച്ചുകൊണ്ട് തരും. പക്ഷെ ഞാൻ പറയില്ല, ഇനി പിന്നെ കൂടുതൽ മേടിച്ചുകൊണ്ടുണ്ടെങ്കിൽ പിന്നെ അത് കുറെ ആക്കണ്ടേ. അതെ, അത് മാത്രമല്ല അമ്മ ഇപ്പൊ ചെയ്യുന്നത് തന്നെയാണ്. അതായത് വലിയ മരുന്ന് വേണ്ട, വലിയ കെയറിങ് വേണ്ട, ഒരു ദിവസം നനച്ചില്ലെങ്കിൽ കുഞ്ഞു കുട്ടികളുള്ളത് കൊണ്ടേ മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും പിന്നെ കിണറിലേക്കൊക്കെ അതിന്റെ വെള്ളം തീർച്ചയായിട്ടും മഴ പെയ്യുമ്പോ അതൊക്കെ അങ്ങോട്ട് കിണറിലേക്ക് ചെല്ലില്ലേ. മരുന്നടിക്കേണ്ടതായ ഒരു ചെടി ഇവിടെ ഇല്ല. എല്ലാം സ്വന്തം സർവൈവ് ചെയ്യുന്ന ചെടികളേ ഉള്ളൂ. മെക്സിക്കൻ ഗ്രാസ് നല്ലോണം മരുന്നടിക്കണമായിരുന്നു, അതിൽ നിന്നാണ് ഞാനിത് മാറ്റിയത്. ചതലും പിന്നെ മഴക്കാലത്ത് ഒക്കെ ചീത്ത. ഒരു മാറ്റ് 30 രൂപ എടുത്തിട്ട് മെക്സിക്കൻ ഗ്യാസ് ഒരു സ്ക്വയർ ഫീറ്റ് വാങ്ങിച്ചിരുന്നു. അങ്ങനെയാണ് അവിടെ ഒക്കെ നിറച്ചാട്ടിരുന്നത്. പിന്നെ ഇത് ചെത്തി കളയാനായിട്ട് നല്ലൊരു പൈസ ചെലവായി. പക്ഷെ ഇപ്പൊ ഈ ഫ്രീ ആയിട്ട് കിട്ടിയ ഈ ഗ്രാസ് കൊണ്ട് സെറ്റായി. അതാണ് പറഞ്ഞത്, ദൈവം ഒരിത്തിരി തന്നാ മതി, അത് അറിയാവൂ. അമ്മയുടെ മനസ്സും എന്താ പറയാ, മനസ്സ് നിറഞ്ഞു തന്നെ പറയാട്ടോ. ഞാൻ സന്തോഷത്തോട് പറയാണ്. ഇത് എല്ലാവർക്കും ശരിക്കും നമുക്ക് പലരും പറയും ഞങ്ങൾക്ക് ചെടി വാങ്ങാൻ പൈസ ഇല്ല, സ്ഥലമില്ല. ആവശ്യമില്ല. എവിടെന്നെങ്കിലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിൽ നിന്ന് ഒരു കഷ്ണം കിട്ടിയാൽ മതി, അത് തന്നെ കുറച്ചധികം നടും, അത്ര മതി. നമുക്കിങ്ങനെ വലിയ ചെടികളൊന്നും നോക്കി പോകേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷമായ ഈ വീഡിയോയിൽ എനിക്ക് പറഞ്ഞിട്ടും വീഡിയോ നിർത്താൻ പറ്റാത്തത് അതുകൊണ്ടാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഒരുപാട് ടിപ്പുകൾ പറഞ്ഞു തന്നു. ഒരുപാട് വളം വേണ്ടാത്ത, ഒരുപാട് കെയറിങ് വേണ്ടാത്ത, ഒരുപാട് ഫെർട്ടിലൈസർ വേണ്ടാത്ത, സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അവൈലബിലിറ്റി ഉള്ള ഇതൊക്കെ പണ്ടത്തെ അഗ്ലോണിമ, ഇതിനൊന്നും ചെയ്യണ്ട, ഇവർക്കൊന്നും ചെയ്യണ്ട, ഒരു സംഭവം വേണ്ട, ഇത് മതി. അപ്പോൾ ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും വലിയ ഗ്രീൻ ഹെവൻ ഫാമിലിക്ക് തന്ന ഗിഫ്റ്റാണ് ഈ അമ്മ. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ. എല്ലാവരും പറയുന്ന ഹൈബ്രിഡിൻ്റെ പുറകെ പോകും, വ്യത്യസ്തമായ ചെടികളെ പുറകെ പോകുന്നതാണ്. അമ്മ നേരെ ഓപ്പോസിറ്റ് ഉണ്ട്, ആർക്കും വേണ്ടാത്തവയെ സംരക്ഷിക്കും എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ നമുക്കത് പൈസ പോയല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടാവില്ലേ. ഇത് അങ്ങനത്തെ ഒന്നും വേണ്ട, ഒരു റിസ്കും ഇല്ല, ഒരു സംഭവം. ആകെ അമ്മ പൈസ മുടക്കിയത് ഇതിനായിരുന്നു, മെക്സിക്കൻ ഗ്രാസിനായിരുന്നു. ഇല്ല, അതെന്റെ മെക്സിക്കൻ ഗ്രാസിനായിരുന്നു ആദ്യത്തെ. മെക്സിക്കൻ ഗ്രാസ് നല്ല പൈസ കൊടുത്തു. അതെ, അത് മാത്രമല്ല കളയാനും പൈസ കൊടുത്തു. പിന്നെ അത് എല്ലാം 6 മാസം കൂടുമ്പോഴും വെട്ടണമെങ്കിലും നല്ല പൈസയാവും. അതെ, അതൊന്നും വേണ്ടാത്ത ഫ്രീ ആയിട്ട് കിട്ടിയ പ്ലാന്റ് വെച്ചിട്ടാണ്. അപ്പൊ അത് തന്നെയാണ്. പിന്നെ അമ്മയുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പൊട്ടിയൊരു ഗ്ലാസോ അല്ലെങ്കിൽ എന്തെങ്കിലും മൺകുടകത്തിൻ്റെ എന്തെങ്കിലും ഷേപ്പ് ഉണ്ടെങ്കിൽ അത് അമ്മ ഡെക്കറേറ്റ് ചെയ്ത് ഒരു രൂപത്തിലാക്കി എടുക്കും. അതായത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കും. അതാണ് അമ്മ ഒന്നും പൊട്ടിയ സാധനങ്ങളൊന്നും കളയാറില്ല, അതൊക്കെ മാക്സിമം അമ്മ യൂസ് ചെയ്യാറുണ്ട്. മാത്രമല്ല വലിയ പൈസ മുടക്കിക്കണ പരിപാടി നിങ്ങൾക്ക് ആർക്കും ഇല്ല, എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ അങ്ങനെയല്ല. അമ്മ ഞാൻ നോക്കണതേ, ഇപ്പോൾ ഒരു കടയിൽ പോയിട്ട് സാരി വാങ്ങിയിട്ട് 10,000-20,000 വാങ്ങണം, അത് വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമില്ല. അതാണ് അമ്മയ്ക്ക് ഇപ്പൊ പുറത്ത് ഇപ്പൊ റിസോർട്ടിലോ വിദേശത്ത് പോകാൻ അമ്മയ്ക്ക് താല്പര്യമില്ല. കാരണം അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടം നേഴ്സറി സന്ദർശിക്കാനാണ്. അപ്പൊ അത്ര അമ്മ ചെടികളോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ അതിനെ ചേർത്ത് പിടിക്കുന്ന മക്കളെയും ഹസ്ബൻഡിനെയും അല്ലെങ്കിൽ കൂടെ വന്ന നിങ്ങളുടെയൊക്കെ ഭാര്യമാരൊക്കെ ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് അമ്മ ഈ സാധു ചെടികളെ നോക്കുന്നതിനുള്ള ചെടികളുടെ അനുഗ്രഹമാണ് അമ്മയ്ക്കുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഈ അമ്മേനെയും ഈ ഫാമിലിനെയും തീർച്ചയായിട്ടും മാതൃകയാക്കാനാണ് ഞാൻ പറയുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫ്രം ഗ്രീൻ ഹെവൻ. മുന്തിരിയൊക്കെ ഉണ്ട്, ആറ്റുനോറ്റുണ്ടായതാണ്. അതാ കണ്ട, നോക്കിയേ, ഭാഗ്യം എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ, ഇത് കമ്പോസ്റ്റ് ടാങ്കാണ്, പൊടിഞ്ഞ് താഴ്ന്നു പോകും. അപ്പോൾ ഒരെണ്ണം കോരി എടുക്കും, പിന്നെ അടുത്താവും. അങ്ങനെ ഈ അടിച്ചു വരുന്നതെല്ലാം കൊണ്ടുവന്ന് ടാങ്കിലേക്ക് ഇടും. സ്ലറി വരും ഇതിലെ, അത് ഉപയോഗിക്കുമോ? അത് കളക്ട് ചെയ്യും, എന്നിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിക്കാറുണ്ട് വെജിറ്റബിൾസിന് അല്ലേ. ഇത് റംബൂട്ടാനാ? വീടിന്റെ പുറകുവശത്തുള്ള അടുക്കളത്തോട്ടാണ് കേട്ടോ ഇത് കിടക്കണ. കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ആളുകൾക്ക് എങ്ങനെയാണ് വീടും പരിസരവും പറമ്പും കൊണ്ടിറക്കുക എന്നുള്ളത്.